ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ സി ഡി വെച്ചിട്ട് ഒരു വെറൈറ്റി ഡ്രീം ക്യാച്ചറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. സി ഡി മാത്രമല്ല, മിററും ത്രെഡൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സി ഡി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ആദ്യം ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ പെയിൻ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ബേസ് കോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി സി ഡിയുടെ സെൻറ്ററിലായിട്ട് ടീൽ ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ സി ഡിയുടെ പകുതി ഭാഗം വരെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി സി ഡിയുടെ ബാക്കിയുള്ള ഭാഗത്ത് ഡാർക്ക് ബ്ലൂ കളറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. ഇനി ആ രണ്ട് പെയിൻറ്റും യോജിച്ച് വരുന്ന ഭാഗം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നടുക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കളർ കൂടി വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ഒരു സ്പോഞ്ച് കൂടി വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും പ്രസ് ചെയ്ത് കൊടുത്താൽ രണ്ട് പെയിൻറ്റ് കൂടി നന്നായിട്ട് മിക്സായി കിട്ടിക്കോളും. പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മിറേഴ്സാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോണത്. മിറേഴ്സ് രണ്ട് വലുപ്പത്തിലുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള മിററാണ്, പിന്നെ എടുത്തിരിക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടി വലുപ്പം കുറഞ്ഞ മിററാണ് കേട്ടോ. മിറർ സി ഡിയിൽ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. സാധാരണ നമ്മൾ മിറർ വെച്ച് ലിപ്പനാട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള അളവിലൊക്കെ വരച്ചെടുത്ത് അതിൻ്റെ മുകളിലാണ് ഒട്ടിച്ചു കൊടുക്കണത്. ഇതിപ്പോൾ ഞാനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കണില്ല, വളരെ ഫ്രീ ആയിട്ട് ഈ സി ഡിക്ക് ചുറ്റുമായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള പല ഷേപ്പിലുള്ള മിറേഴ്സൊക്കെ ചിലപ്പോൾ എല്ലാ കടകളിലും അവൈലബിൾ ആയിരിക്കില്ല. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലൊക്കെ ഒന്ന് പരതി നോക്കിയാൽ ഇങ്ങനെ പല ഷേപ്പിലൊക്കെ ഉള്ള മിറേഴ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ സി ഡിയുടെ നടുക്കുള്ള കുറച്ച് ഭാഗങ്ങളുടെ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി ഗ്ലൂ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ വൈറ്റ് ഗ്ലൂ തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ സെൻറ്ററിലുള്ള ഗ്യാപ്പ് കൂടി അങ്ങോട്ട് അടച്ചളയാം. അവിടെ കുറച്ച് വലിപ്പമുള്ള റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്കിനി വേറൊരു സി ഡിയിലും കൂടി ഇങ്ങനെ ചെയ്തെടുക്കണം. അത് ഇതേപോലെ അല്ല, കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ചെയ്യണത്. ഇതിലും ആദ്യം വൈറ്റ് കളർ ബേസ് കോട്ടായിട്ട് കൊടുക്കാം. പിന്നെ ഈ സി ഡിയുടെ സെൻറ്ററിൽ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കണത്. പിന്നെ ഇതിൻ്റെ ചുറ്റുമായിട്ടും ടീൽ ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് കളർ കൂടി ഒന്ന് മിക്സ് ചെയ്ത് ജോയിൻ്റ് ആക്കി എടുക്കാം. സി ഡിയുടെ നടുക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള മിറർ ഒട്ടിച്ചു കൊടുക്കണ്ടേ. ഇനി നമ്മൾ മറ്റേ സി ഡിക്ക് ഒട്ടിച്ച രണ്ട് ടൈപ്പ് മിറേഴ്സ് ഇല്ലേ, അത് തന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യണത്. പിന്നെ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത് വേറൊരു ഷേപ്പിലാണ് കേട്ടോ. ആദ്യം സ്ക്വയറിലുള്ള വലിയ മിറേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചുകൂടി എടുക്കണ്ടേ. ഇനി ആ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ചെറിയ മിറേഴ്സും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നടുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നോക്കിയേ, ബ്ലൂ കളർ കോമ്പോയിൽ ആ മിറർ കൂടി വന്നപ്പോൾ അടിപൊളിയായില്ലേ. ഇനി ഇതിനെ നമുക്ക് ഡ്രീം ക്യാച്ചറായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ത്രെഡ് കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ബ്ലൂ കളറിലുള്ള വൂളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ഒരേ അളവിലുള്ള കുറച്ച് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ത്രെഡ് കട്ട് ചെയ്തതായി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സി ഡിയുടെ ഉൾഭാഗത്തായിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ത്രെഡ് ഒട്ടിക്കേണ്ട അത്രയും ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഓരോ ത്രെഡുകളും അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ത്രെഡുകളെല്ലാം തന്നെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സി ഡി ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ സി ഡി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
പിന്നെ ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ ഒരു ത്രെഡ് കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നീളത്തിലുള്ള ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ 2 CD-യുടെയും ഗ്യാപ്പിലേക്കായിട്ട് വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമ്മളിപ്പോൾ ഈ ഒട്ടിച്ചെടുത്ത ത്രെഡിലും കൂടി എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ത്രെഡിൻ്റെ താഴ്ഭാഗം ഒന്ന് വെട്ടി ലെവൽ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഒരു കോൺ ഷേപ്പിലാണ് കേട്ടോ വെട്ടിയെടുക്കണത്. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും വെട്ടിയിടാം. ഇനി ഞാൻ ഈ ത്രെഡിൻ്റെ മുകളിലേക്ക് ചെറിയ മിറേഴ്സാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോണത്. മിറർ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ആദ്യം ഞാൻ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കാണ്, എന്നിട്ട് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും കൂടി ഒട്ടിച്ചെടുക്കണ്ടേ. അങ്ങനെ 2 സൈഡിലും മിറർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രീം ക്യാച്ചർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഡബിൾ സൈഡഡ് ഡ്രീം ക്യാച്ചറാണ് കേട്ടോ ഈ 2 CD വെച്ചിട്ട് ഇന്ന് ഉണ്ടാക്കിയത്. ഇനി ഇതൊന്ന് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് നോക്കാം. ഇത് ഡബിൾ സൈഡഡ് ആയതുകൊണ്ട് കാറിലൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാറിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ത്രെഡ് ഇത്ര നീളത്തിലെടുക്കണ്ട, നീളം കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.